ഇടുക്കി മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര. ഗ്യാപ്പ് റോഡിലാണ് കാറിന്റെ ഡോറിൽ കയറിയിരുന്ന യുവാക്കൾ യാത്ര ചെയ്ത്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഒരാഴ്ചക്കിടെ 8 നിയമലംഘന യാത്രകളാണ് ഈ റൂട്ടിൽ നടന്നത്. ആദ്യം ആ ദൃശ്യങ്ങൾ. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇതിന്റെ അപകട സാധ്യതയും നിയമപരമായി പിന്നീട് നേരിടേണ്ടി വരുന്ന നടപടികളെക്കുറിച്ചുമൊക്കെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടും തുടരുന്നു ഇത്തരത്തിലുള്ള കാഴ്ചകൾ. വിവരങ്ങൾ എന്താണ് രാഹുൽ വിജയൻ? റിജിത്ത്, ആവർത്തിച്ച് നടപടിയെടുത്താലും മൂന്നാർ ഗ്യാപ്പ് റോഡിലെ ഈ സാഹസിക യാത്രയ്ക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും ഉണ്ടായത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിലാണ് 3 യുവാക്കൾ കാറിന്റെ ഡോറിൽ കയറിയിരുന്ന അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നത്. അവർ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 3 പേർക്ക് മാത്രമല്ല, അത് ആ വഴി വരുന്ന മറ്റു ആളുകൾക്കും അപകടമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇത്തരം സാഹസിക യാത്രകൾ നടത്തുന്നത് എന്നുള്ളതാണ് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നത് 8 സംഭവങ്ങളാണ്. അതുകൂടാതെ ഒരുപാട് സാഹസിക യാത്രകളും നിയമലംഘന യാത്രകളും മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നടക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കുമെന്ന് പറയുമ്പോഴും അത്ര കാര്യക്ഷമമല്ല എന്നുള്ളൊരു ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും അടിയന്തര നടപടി ഉണ്ടാകേണ്ടതാണ്. ഇതിപ്പോൾ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. അവർ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിന് എത്തിയതായിരിക്കാം. ഒരുപക്ഷെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് തിരികെ പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇനി എന്തായിരിക്കും നടപടി എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുമാണ്.